بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ഖസസ് 82-83 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. وَأَصْبَحَ الَّذِينَ تَمَنَّوْا ഈ രണ്ട് അക്ഷരങ്ങളും വാവും ഹംസയും ഇസ്തിഫാലിൻ്റേതാണ്, തർക്കീഖ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ശേഷം സ്വാദ് വന്നിട്ടുണ്ട്, അത് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, തഫ്ഖീമാണ്. അതിന് എന്ന് പറയുമ്പോൾ ഹംസയിലേക്ക് തഫ്ഖീം വരാതെ സൂക്ഷിക്കുക. ഹംസയും വാവും ഒന്നും തന്നെ. ശേഷം ഇതൊക്കെ തർക്കീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ സ്വാദിന് മാത്രമാണ് തഫ്ഖീം കൊടുക്കേണ്ടത്, തടിപ്പിച്ച് പറയേണ്ടത്. അക്ഷരങ്ങളൊക്കെ കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അല്ലദീന തമന്നൗ, നൂൻ മുശദ്ദദയെ മണിക്കണം. وأصبح الذين تمنوا مكانه بالأمس. മക്കാനഹു എല്ലാം തർക്കീഖ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ. ബിൽ അംസി, ഈ പദത്തിൽ സാക്കിനത്തായ മീമും ശേഷം സീനുമാണ്. ഇദ്ഹാർ ഷഫവി, മണിക്കാതെ വെളിവാക്കുക. ബിൽ അംസി, ഹംസ ക്ലിയറാക്കി പറയണം. ബിൽ അംസി എന്നായി പേർത്ത് പലരും അങ്ങനെ തെറ്റിച്ച് ബിൽ അംസി പറയും. ബിൽ അംസി. وأصبح الذين تمنوا مكانه بالأمس يقولون ഖാഫിന് തഫ്ഖീം നിസ്ബി കൊടുക്കുക, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ല. യഖൂലൂൻ, ഖാഫ് അഖ്സൽ ലിസാൻ എന്ന മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. യഖൂലൂന വൈകഅന്നല്ലാഹ, നൂൻ മുശദ്ദദയെ മണിക്കണം. വൈകഅന്നല്ലാഹ, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല, അതിൽ തഫ്ഖീം കൊടുത്ത് ലാമിനെ ഉച്ചരിക്കണം. തഫ്ഖീം ചെയ്തുകൊണ്ട് തടിപ്പിച്ച് ലാമ ഉച്ചരിക്കുക. വൈകഅന്നല്ലാഹ യബ്സുതു, ഈ പദത്തിലെ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. യബ്സു സീനാണ്, അത് സ്വാദ് പോലെ ആയിപ്പോയത്. കാരണം ശേഷം ത്വാ ഉള്ളത് കൊണ്ട് സീന് സ്വാദ് പോലെ തെറ്റായി ഉച്ചരിച്ചു പോകും. യബ്സുതു റിസ്ഖ, എല്ലാ അക്ഷരവും ക്ലിയറായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. സായി ശേഷം ഖാഫ്, ഖാഫിന് ഇസ്തിഅലാൻ്റെ അക്ഷരമായതുകൊണ്ട് തഫ്ഖീം കൊടുക്കണം. റിസ്ഖ ലിമൻ യശാ, സാക്കിനത്തായ നൂനും ശേഷം യാവുമാണ്. ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി നൂനിനെ യായിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കുക. ലിമൻ യശാ, ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ, മിൻ ഇബാദിഹി സാക്കിനത്തായ നൂൻ ശേഷം ആയിന് ഇദ്ഹാർ ഹൽഖിയാണ്, മണിക്കാതെ വെളിവാക്കുക. മിൻ ഇബാദിഹി വയഖ്ദിർ, ഖാഫിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം, ഒപ്പം തഫ്ഖീം കൊടുക്കുകയും വേണം. വയഖ്ദിർ, വഖഫിന് വേണ്ടി റാഇന് സുക്കൂൻ നൽകുന്നു, അന്ത്യത്തിലുള്ള റാ, അതിനെ തർക്കീഖ് ചെയ്യണം. വയഖ്ദിർ എന്ന് നേർപ്പിച്ച് റാഇനെ ഉച്ചരിക്കുക. ചേർത്ത് ഓതുമ്പോൾ വയഖ്ദിറു ലൗല എന്ന് റാഇനെ തടിപ്പിക്കണം. വയഖ്ദിർ ലൗലാ അമ്മന്നല്ലാഹു, ലൗലാ എന്നതിലെ അന്ത്യത്തിലുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ലൗലാ അമ്മന്നല്ലാഹ്, അൻ മന്ന സാക്കിനത്തായ നൂൻ ശേഷം മീം
നൂനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം കാമിൽ ബിഗുന്ന. മന്ന എന്നതിലെ നൂൻ മുഷദ്ദദ ഇതിനും മണിക്കണം. രണ്ടിനും ഒരേപോലെ ഉന്നത്ത് നൽകിക്കൊണ്ട്. അമ്മന്നല്ലാഹു, അള്ളാഹു എന്ന ഇസ്മുൽ ജലാലയിൽ ലാമിനെ തഫ്ഖീം ചെയ്യുക, തടിപ്പിക്കുക. അലൈന, ആയിന് വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ലഖസഫ ബിന, ലഖസഫ ബിന, ഖാഇന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. എല്ലാം തർഖീഖിൻ്റേതാണ്. വൈകഅന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, വൈകഅന്നഹു, ഇതിൽ നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. 2 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ഉന്നത്ത് കൊടുക്കുക. വൈകഅന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, വൈകഅന്നഹു. ഇതിലുള്ള ഹായിൻ്റെ ദീർഘം മദ്ദുസ്സിലത്ത് സുഗ്റ എന്നതാണ്. മേലെ മിൻ ഇബാദിഹി എന്നിടത്തും വന്നിട്ടുണ്ട്. ഇപ്രകാരം ഹായിനെ, ദ്വമീറിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ തബീഇയ ദീർഘം നൽകുക. ഇതിന് മദ്ദുസ്സിലത്ത് സുഗ്റ എന്ന് പറയുന്നു. ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, ലാ യുഫ്ലിഹു, ഹ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അൽ കാഫിറൂൻ, അൽ കാഫിറൂൻ, ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. റാഇന് തഫ്ഖീം കൊടുക്കണം, ശ്രദ്ധിച്ച് ഓതുക. ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെയും ശ്രദ്ധിക്കുക. തിൽക്കദ്ദാറുൽ ആഖിറ, തിൽക്കദ്ദാറു, ദോ അറിയരുത്. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ. ഇവിടെ അദ്ദാറു റാഇന് തഫ്ഖീം, അൽ ആഖിറ ഖാഇന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇൻ്റെ അക്ഷരം അതിന് കസ്റാണ്. ശേഷം റാ വന്നിട്ടുണ്ട്, അതിനും റാ തഫ്ഖീം കൊടുക്കുക. അപ്പോൾ അദ്ദാറുൽ ആഖിറതു, അൽ ആഖിറ, ഹംസയുടെ ദീർഘത്തിന് മദ് അൽ ബദൽ എന്നാണ് പറയുക. നമ്മുടെ റിവായത്ത് പ്രകാരം 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമാണ് ദീർഘിപ്പിക്കേണ്ടത്. അൽ ആഖിറതു നജ്അലുഹാ. ഈ പദത്തിൽ ജീമിന് ഖൽഖല സുഗ്റ നൽകി അതിൻ്റെ സുക്കൂൻ ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂൻ, ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദാ. ലാ യുരീദൂന ഉലുവൻ, ആയിന് വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഉലുവൻ എന്നതിലെ തൻവീൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായ ഫാ വന്നിട്ടുണ്ട്. ഉലുവൻ, ഉലുവൻ ഫിൽ അർദ്. ആ മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത് എന്നത് ശ്രദ്ധിക്കുക. മണിക്കലിൽ തർക്കീഖ് വേണം. ഉലുവൻ അല്ലെങ്കിൽ ഇഖ്ഫ മുറഖഖ് എന്നും പറയും. ഉലുവൻ ഫിൽ അർദി, റാഇന് തഫ്ഖീം കൊടുക്കണം. ദ്വാദിന് കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട്. ഫിൽ അർദി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. 2 ഖാഫുകൾ ഇവിടെ വന്നിട്ടുണ്ട്, കസ്റുള്ള ആഖിബതു എന്നതിലും മുത്തഖീൻ. ഇത് രണ്ടിനും കുറഞ്ഞ തഫ്ഖീമാണ്, കസ്റായതുകൊണ്ട്. ഇസ്തിഅലാഇൻ്റെ അക്ഷരമായതുകൊണ്ടാണ് തഫ്ഖീം കൊടുക്കുന്നത്. എന്നാൽ മക്സൂർ ആയതുകൊണ്ട്, കസ്റുള്ളതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وأصبح الذين تمنوا مكانه بالأمس يقولون ويكأن الله يبسط الرزق لمن يشاء من عباده ويقدر لولا أن من الله
علينا لخسف بنا ويكأنه لا يفلح الكافرون تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين